അപകടം നമ്മൾ ഇന്നലെ രാത്രി 9:45 അടുപ്പിച്ചാണ് ഈ കുട്ടികൾ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം മഴയുണ്ടായിരുന്നു. മഴയുള്ള സമയത്താണ് സംഭവിച്ചത്. അപ്പൊ ഈ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ചെന്നപ്പോഴാണ് എതിരെ വന്ന വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചത്. വിസിബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. വണ്ടിയുടെ കാലപ്പഴക്കം ഉൾപ്പെടെ ആയിരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു RTO തലത്തിൽ ഡീറ്റെയിൽ എൻക്വയറി പറഞ്ഞിട്ടുണ്ട്. 14 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അത് നോക്കാം. ബാക്കി ഡീറ്റെയിൽ എൻക്വയറിക്കകത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തോളാം. പേപ്പറൊക്കെ ക്ലിയർ ആണോ? നോക്കണം. അതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വണ്ടി വളരെ മോശം കണ്ടീഷനാണ് നിൽക്കുന്നത്. വളരെ ടോട്ടൽ ലോസ് ആണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ബുക്കും പേപ്പറൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അന്വേഷണം കൊണ്ടുപോകുന്നത്? ആരാണ് അന്വേഷിക്കുന്നത്? RTO തലത്തിൽ ജോയിന്റ് എൻക്വയറി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിലെല്ലാം പരിഗണിക്കപ്പെടും. ഓവർ സ്പീഡ് ആയി അത് ശരിക്കും അതൊരു അമിത വേഗത വരേണ്ട ഒരു സ്ഥലമല്ല. നമ്മുടെ ST കോളേജ് സിഗ്നൽ കഴിഞ്ഞ് തൊട്ട് വടക്കുവശത്തായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതിനു മുമ്പ് ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയയും അല്ല അത്. കാരണം തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്ത് വരുന്ന വണ്ടികൾ അവിടെ ഒരു ഓവർ സ്പീഡിങ് വരേണ്ട കാര്യമില്ല. പിന്നെ വീതിയുള്ള റോഡാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാന കാരണം മഴയാണ്. മഴയത്ത് സംഭവിച്ച സ്കിഡ് ചെയ്തോ ആവാം. പിന്നെ ഇപ്പൊ അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിലും പറയാൻ പറ്റും കൂടുതലായിട്ട്. വണ്ടിയുടെ കാലപ്പഴക്കം ഉൾപ്പെടെ അല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ആദ്യമേ ഉള്ളത് ഹോസ്പിറ്റലിലുള്ള ഫോർമാലിറ്റീസ് കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുള്ളൂ. ഇപ്പൊ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിലേക്ക് പോകുന്നില്ല. പിന്നെ ഭാവിയിൽ ഇനി സമയമുണ്ട്, അത് നോക്കിയിട്ട് അതിന്റെ എല്ലാ തലത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയും. സ്കിഡായിട്ടാണ് ചെന്നിടിച്ചത്, അതെങ്ങനെയായിരിക്കും? അങ്ങനെ ആ വീഡിയോ ക്ലിപ്പിംഗ്സിൽ അങ്ങനെ കാണുന്നുണ്ട്. സ്കിഡായിട്ട് വിലങ്ങി പോയിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ഔട്ടിയപ്പം കിട്ടാതെ പോയതായിരിക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. അന്വേഷണം എങ്ങനെയാണ്? അന്വേഷണം ആദ്യമേ ഇതിൽ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പുറമേയുള്ള കേസിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ.